നേരം വെളുത്താൽ അസ്തമിക്കും വരെ മെഗാ സീരിയലോട് സീരിയൽ. 7 മണി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട. ഇതാ ഞങ്ങളുടെ വകയുമുണ്ടൊരു സീരിയൽ. അതെങ്ങനെയാണെന്നറിയണ്ടേ? സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ സീരിയൽ കാണുന്നോരേ. സീരിയലെല്ലാം ജീവിതമാക്കിയ സാക്ഷര വനിതകളെ. ഇത് ഭാരത സംസ്കാരമോ? രാധേ, അതിമനോഹരമായിരിക്കുന്നു നിന്റെ ബ്രേക്ക് ഡാൻസ്. രാജുവേട്ടാ, ഇത് ബ്രേക്ക് ഡാൻസ് അല്ല, ക്ലാസിക്കൽ നൃത്തമാണോ? ഈ സന്ധ്യാനാമം ജപിക്കേണ്ട സമയത്താണോ നിന്റെ ഈ നൃത്തം? അയ്യോ സോറി, സന്ധ്യാനാമം ജപിക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്നോട് എന്തു ചോദിക്കാനും ചേട്ടന് അധികാരം ഉണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനും ചോദിക്കാൻ പാടില്ലാത്തതാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അയ്യോ ചേട്ടാ, അത് പിന്നെ ആരുമില്ല, ഇത് തന്നെ പറ്റിയ സന്ദർഭം. വേണ്ട, ഞാൻ ചോദിക്കട്ടെ? വേണ്ട ചേട്ടാ. ചോദിക്കട്ടെ? പറ്റില്ല, ഞാൻ ചോദിക്കാൻ പോവാ. അയ്യോ, ഒരു 2 രൂപ തരുമോ? അപ്പോഴേക്കും പിണങ്ങിയോ? അവിടുന്ന് വിഷമിക്കരുത്. ഇവിടുന്ന് വിഷമിക്കരുത്. അവിടുന്ന് വിഷമിക്കരുത്, ഇവിടുന്ന് വിഷമിക്കരുത്. പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുവാടി? അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. ആര് പറഞ്ഞു കരളെ നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന്? ഊണിലും ഉറക്കത്തിലും നിന്നെ കുറിച്ച് ഓർത്തോർത്ത് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. Your chance to get control into the tribal dance. People started dancing a long time ago. The bass was fast, but then again it was slow. Soul, house, hip hop and blues. It doesn't really matter which music you choose. Start talking sense, this is your chance to come with me and do the tribal dance. You got to move it, feel the temperature into the rhythm. Let the fire burn, so get into it, get into the trance. This is the rhythm of the tribal dance, the tribal അതെ, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു. ചാത്തൻ സ്വിഗുകൾ അടിമാലി. എന്നാ ഞാൻ പോട്ടെ. രാധേ, അയ്യോ അച്ഛൻ. രാധേ, ആരാണിയാൾ? അച്ഛാ, ഞാൻ പറയാറില്ലേ, രാജുവേട്ടൻ. ഓ രാജു. ഓ രാജു ഒന്നുമല്ല, പി രാജു. ഓ രാജു ആയാലും വേണ്ടില്ല, ഈ രാജു ആയാലും വേണ്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാ. നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാ? അച്ഛാ, എനിക്കിപ്പം കല്യാണം വേണ്ട അച്ഛാ. അതെന്താ മോളെ? എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതി അച്ഛാ കല്യാണം. എന്റെ മകളായതുകൊണ്ട് പറയല്ല, ഇവള് പാവാടാ. പാവാടിയോ? അല്ല, മുണ്ടും നേരിയതും. നിന്റെ അമ്മയുടെ അല്ല, നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത്. ഈ അച്ഛനെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോ മോളെ? സൂസി. ഹായ് ലില്ലി. നിന്റെ വിവാഹം കഴിഞ്ഞോടി? എന്റെ വിവാഹം കഴിഞ്ഞടി. നിനക്ക് കുട്ടികളുണ്ടോ?
എനിക്ക് കുട്ടികളില്ലടി. അതെന്താടി? എനിക്ക് ഗർഭപാത്രമില്ലടി. എന്തിനു വിഷമിക്കണം? പന്ന അലുമിനിയം കമ്പനിയുടെ സ്റ്റീൽ പാത്രമുള്ളപ്പോൾ എന്തിനാണ് ഇവിടെ ഗർഭപാത്രം? അതൊക്കെ പോട്ടെ, എന്നാ ഞാനും പോട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിൽ എന്താണെന്ന് എന്റെ മോളെന്നോട് പറഞ്ഞില്ല. അത് പിന്നെ രാജുവേട്ടന് പറഞ്ഞോളൂ. രാജുവേട്ടൻ VIP. അത് പിന്നെ കണ്ടാൽ അറിയില്ലേ അവൻ ആളൊരു VIP ആണെന്ന്. ഞാൻ പറയട്ടെ രാജുവേട്ടാ, രാജുവേട്ടന് ജെട്ടി ബിസിനസ് ആണച്ചാ. ജെട്ടി ബിസിനസ്. ജെട്ടി ബിസിനസ്സോ? അതെ, BIP കമ്പനികളുടെ ജെട്ടി ബിസിനസ് ആണ് എനിക്ക്. ജെട്ടി. Where's the steering with the scans? Answer! No, no, no. Where's the scan you with the spans? Where to carry more chicken not attending? Oh my God. വെട്ടി കൊണ്ടിട്ടാണ് തോന്നുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ആ കൗബോയ് വീണ്ടും ആ വനാന്തരത്തിലെത്തി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചാണല്ലോ ഞാൻ ആ കൊള്ളക്കാരനെ കൊന്നത്. Oh my God. വെട്ടി കൊണ്ടിട്ടാണ് തോന്നുന്നത്. അതെ, അതേ സ്ഥലം തന്നെ. ഇതാ കൊള്ളക്കാരന്റെ അസ്ഥികൂടമാണല്ലോ. പഞ്ചർ ബനിയനും ജെറ്റുകളും ദ്രവിക്കാത്ത വിശ്വാസം. വർഷങ്ങൾ കഴിഞ്ഞാലും ഗുണവും മണവും നിലനിർത്തുന്ന പ്രകൃതിയുടെ മിശ്രിതം. പാറ്റായുടെ പാക്കിംഗ്. പഞ്ചർ ബനിയനും ജെറ്റുകളും. രാധയുടെ അച്ഛാ, ഏത് ജോലി ആയാലും 10 പേർ കൂടുന്നിടത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ? അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. അച്ഛന് സന്തോഷമായി മോളെ, സന്തോഷമായി. ഇനി ജാതകം കണിയാനെ വിളിച്ച് നിന്റെ മോദകം ഒന്ന് കാണിക്കണം. മോദകമോ? അല്ല, മോഹനം കണിയാനെ വിളിച്ച് നിന്റെ ജാതകം ഒന്ന് കാണിക്കണം. എന്റെ മോളുടെ നാള് മൂലമാണ്, നിന്റെ നാളോ? എന്റെ മൂലവും നാളാ. എന്റെ നാളും മൂലമാ. ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഉണ്ണിയപ്പൻ പുറത്തു വന്നു. അല്ല, ഉണ്ണിയപ്പൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു. അമ്മാവ, വർഷങ്ങൾക്ക് മുമ്പ് അമ്മാവൻ എനിക്ക് തന്നൊരു വാക്കുണ്ട്. അത് മാറ്റാൻ മാത്രം സൂര്യൻ കിഴക്കൊന്നും ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. നീ എന്നോട് തന്നെ ഇത് പറയണം. കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ. അതെന്തിനാ? അടി എപ്പോഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. ഈശ്വരാ, എനിക്ക് സഹിക്കണില്ല. സൈക്കിളില്ല. സൈക്കിളല്ല, സഹിക്കണില്ല എന്നാ പറഞ്ഞേ. എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം. ഇവള് ഇയാളുടെ മകളല്ല, പിന്നെ കഥകളിക്കാരൻ വേലുവിന്റെ മകളാ. വേലുവിന്റെ മകൾ. What nonsense are you talking, Mr. ജയിൽപുള്ളി? ഡിജിറ്റൽ ഡോൾബി കോളാമ്പി സൗണ്ട് സിസ്റ്റത്തിൽ രാമുവാസാനും സംഘവും വേദികളിൽ അവതരിപ്പിക്കുന്ന ഹൊറർ കഥകളി ചാർലി ചാപ്ലിൻ. മാന്യമായി ജീവിക്കുന്നവരെ ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് അറിയില്ല. എനിക്കറിയാം. മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടി വന്ന നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം. ഈ ഓർഡർ നിൽക്കാനവിടെ നിന്നെ ഞാൻ ഇന്ന് കൊത്തി നുറുക്കൂടി. നിങ്ങളുടെ ഭാര്യയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞത്. എന്തിനാണ് എന്നെ കൊല്ലാൻ വരുന്നത്? നീ ഇന്നലെ ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകെ പോകുന്നത് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടടി. എന്നാ പിന്നെ ആ ചെറുപ്പക്കാരനെ പോയി കൊന്നാ പോരെ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ 10,000 ചെറുപ്പക്കാരെ കൊല്ലണം. ഇതാവുമ്പോ നിന്നെ മാത്രം തീർത്ത മതിലൂടി. എടി ഭയങ്കരേ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുന്നു അഡ്വക്കറ്റ് രാമലിംഗം. കൊലപാതകികളെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഏക അഡ്വക്കറ്റ്. 2 കൊലപാതകം നടത്തുന്നവർക്ക് ഒരു പീഡന കേസ് തികച്ചും സൗജന്യമായി വാദിച്ചു കൊടുക്കുന്നു. അഡ്വക്കറ്റ് രാമലിംഗം, തിരുവനന്തപുരം, എറണാകുളം നോർത്ത്, കോഴിക്കോട് 12. കൊന്നേ
കൊന്നത്? എന്തിനാണ് മാമി കൊന്നത്? എന്തിനാണ് നീ മഹാപാവം ചെയ്തത്? കൊന്നെന്നോ? ആരെ കൊന്നെന്ന്? നാളെ വിഷുവല്ലേ, കണി കൊന്നേ. സൂര്യോദയം മുതൽ ചന്ദ്രോദയം